ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ചെറുകിട ബിസിനസ് ചെയ്യുന്ന പലരും ഓൺലൈനിൽ പരസ്യം കൊടുത്ത് മാർക്കറ്റിംഗ് ചെയ്ത് കാശ് നഷ്ടം വരുത്താറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്, പല മിസ്റ്റേക്കുകളും അവർ വരുത്താറുണ്ട്. എങ്ങനെ നമുക്ക് ഈ മിസ്റ്റേക്കുകൾ ഒഴിവാക്കാം, നല്ല ലാഭകരമായിട്ട് ഓൺലൈനിൽ എങ്ങനെ ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങളിൽ പലരും ഈ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടാവും. ഈ മിസ്റ്റേക്ക് വരുത്തുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട ലാഭം നിങ്ങൾക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വരേണ്ടിയിരുന്ന വരുമാനം നിങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ കറക്റ്റായിട്ട് അത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഒന്നാമത്തെ മിസ്റ്റേക്ക് പലരും വരുത്തണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ പോയി അവരൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. ആ ബിസിനസ്സിന് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ഉണ്ടായിരിക്കും. അവരുടെ അടുത്ത് എന്തോ വിൽക്കാനുണ്ട്. അവർ നേരെ പോയി ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബിലെല്ലാം പെയ്ഡ് പരസ്യങ്ങൾ ആദ്യം തന്നെ ചെയ്യാനായിട്ട് നോക്കും. തുടക്കം തന്നെ കാശ് കൊടുത്ത് പരസ്യം ബൂസ്റ്റ് ചെയ്യുക, അതേപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ആഡ് മാനേജറിൽ ചെന്ന് കാശിട്ട് പരസ്യം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അതിനെ ബൂസ്റ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് അധിക പേരും ആദ്യം ചെയ്യണത്. ഇത് വലിയൊരു അബദ്ധമാണ്. ഇങ്ങനെ ചെയ്യാൻ നേരത്ത് തുടക്ക സമയത്ത് നിങ്ങൾക്ക് കാശ് നഷ്ടം വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വളരെ റയറായിട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആയിക്കഴിഞ്ഞാൽ ആയെന്ന് പറയാം. ശരിക്കും ഇങ്ങനെയല്ല നിങ്ങൾ ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഓൺലൈനിൽ ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റിങ്ങുകൾ, ഫ്രീ ആയിട്ടുള്ള പരസ്യത്തിൻ്റെ രീതികൾ നമ്മൾ ആദ്യം ചെയ്യും. അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് കണ്ടൻറ്റ് മാർക്കറ്റിംഗ്. നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് സൗജന്യമായിട്ടുള്ള മാർക്കറ്റിംഗ് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യാം. ₹1 പോലും അവിടെ നമുക്ക് ചിലവ് വന്നില്ല. ഈ കണ്ടൻറ്റ് മാർക്കറ്റിംഗ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാം. കണ്ടൻറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ പറയുമ്പോൾ പലരും പറയുന്ന ഒരു ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്കൊരു മടിയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അവരുടെ ഫേസ് കാണിച്ച് വീഡിയോസ് എല്ലാം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് പലരും പറയാറുണ്ട്. ചിലർക്കത് ഇഷ്ടമല്ല, ചിലർക്കത് എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞിട്ട് അവരത് ചെയ്യാറില്ല. രണ്ടാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനുള്ള സമയമില്ല, അതിന് കുറേ ടൈം എടുക്കും. പെയ്ഡ് പരസ്യങ്ങളാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. ഇങ്ങനൊരു ന്യായവും ചില ആളുകൾ പറയാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫേസ് കാണിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ, നിങ്ങളുമായിട്ട് മത്സരിക്കുന്ന അതേ പ്രൊഡക്റ്റ്, അതേ മേഖലയിലുള്ള നിങ്ങളുമായിട്ട് മത്സരിക്കുന്നവരെക്കാളും വലിയൊരു അഡ്വാൻറ്റേജ് നിങ്ങൾക്കുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് അതിനോട് അറ്റാച്ച് ആയിട്ട് വരെയാണ്. കാരണം ഫേസ് ഉള്ളത് കൊണ്ട് തന്നെ, ഒരു മുഖം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിനൊരു ട്രസ്റ്റ് വരെയാണ്. ഓൺലൈനിൽ സെയിൽ നടക്കാനുള്ള ഏറ്റവും നമ്പർ 1 ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഘടകമാണ് ട്രസ്റ്റ്. ഷോപ്പിൽ പോയൊരു സംഗതി നമ്മൾ വാങ്ങുന്ന പോലെയല്ല, നമ്മൾ കാശ് കൊടുക്കുന്നു അപ്പോൾ തന്നെ സാധനം കിട്ടുന്നു, നമ്മൾ പോരുന്നു. ഇങ്ങനെയല്ല ഓൺലൈനിൽ. നമുക്കെല്ലാം അറിയാം, നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് പ്രൊഡക്റ്റ് ആവട്ടെ സർവീസ് ആവട്ടെ നമ്മുടെ കയ്യിലേക്ക് അത് എത്തുന്നത്, ആ ബെനിഫിറ്റ് കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ തോന്നിയ ആളുകൾക്കൊന്നും അത് ചെയ്യൂല. എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു പരസ്യം ചെയ്തെന്ന് പറഞ്ഞ് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കൂല. ട്രസ്റ്റ് വലിയൊരു ഘടകമാണ്. ഫേസ് കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫേസ് കാണിക്കാൻ തന്നെ നോക്കാം. ഇത് തീരെ പറ്റാത്ത ആൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീരെ പറ്റണില്ല ഫേസ് ഒന്നും കാണിക്കാൻ, അതൊഴിച്ച് ബാക്കി എന്തും പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഫേസ് കാണിക്കാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പ്രൊഡക്റ്റ് കാണിച്ചിട്ടെങ്കിലും, ക്യാമറ നിങ്ങളുടെ ഫേസിലേക്ക് ഫോക്കസ് ചെയ്യാതെ പ്രൊഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ആ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലെടുത്ത് പിടിച്ചിട്ടാണെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുക, കണ്ടൻറ്റുകൾ ചെയ്യുക. നിങ്ങളിതുപോലെ കണ്ടൻറ്റുകൾ ചെയ്യാൻ നേരത്ത് ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ₹1 പോലും മുടക്കില്ലാതെ ആ വീഡിയോ ആയിരക്കണക്കിന്, 10,000 ഈവൻ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് പോലും എത്താനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് നിങ്ങൾ കണ്ടൻറ്റുകളായിട്ട് ചെയ്യുകയാണെങ്കിൽ. ഇതെല്ലാം സൗജന്യമായിട്ട് നമുക്ക് ഓൺലൈനിൽ, സോഷ്യൽ മീഡിയയിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇത് ചെയ്യാതെ നിങ്ങൾ ഓടിപ്പോയി ഒരിക്കലും പരസ്യം കൊടുക്കരുത്. ഇനി വീഡിയോ തീരെ പറ്റണില്ല, അതിനും സമയമില്ല, എനിക്ക് എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ വിൽക്കണം, സ്വന്തമായിട്ട് വീഡിയോ എടുക്കാനോ സംസാരിക്കാനോ ഉള്ള ഒരു കഴിവോ കാര്യങ്ങളോ ഒന്നുമില്ല, തീരെ പറ്റാത്ത ഒരാളാണെങ്കിൽ, ഒരു കാര്യം ഞാൻ പറയാം, അധികം ആളുകൾക്കും ഇത് സാധിക്കും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ തീരെ പറ്റാത്ത ഒരാളാണെങ്കിൽ അവർ പോലും ഡയറക്റ്റ് ഓടിപ്പോയി പരസ്യം കൊടുക്കരുത്. നിങ്ങൾക്ക് രണ്ടാമതായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ കണ്ടൻറ് മാർക്കറ്റിംഗ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യാം, അവരെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കാം. അതായത് ഇൻസ്റ്റഗ്രാമിലെല്ലാം മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരല്ല, ഒരുപാട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരല്ല. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ വീഡിയോസ് ചെയ്യുന്നവർ, ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകളെയാണ് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ നമ്മൾ പറയണത്. അപ്പോൾ വളരെ മൈക്രോ ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. കുറഞ്ഞ വിഭാഗം ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളുണ്ട്.
അവരെ നിങ്ങൾ കണ്ടെത്തുക. അതായത് ഒരു 1,00,000 ഫോളോവേഴ്സിനൊക്കെ താഴെയുള്ള ആളുകളെ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. അവരെ കണ്ടെത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അവർക്ക് സൗജന്യമായിട്ട് കൊടുത്ത് അവരെ കൊണ്ടൊരു വീഡിയോ ചെയ്യിക്കുക. എന്നിട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഇൻസ്റ്റഗ്രാം പേജോ നിങ്ങൾ ടാഗ് ചെയ്യാനായിട്ട് നോക്കുക, നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇത് സൗജന്യമായിട്ട് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അധിക പേര് ഇതിനെ ബാർട്ടർ എന്നാണ് സാധാരണ പറയാറ്. ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഇടയിൽ ബാർട്ടർ എന്ന് പറയും. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് എന്താണോ അത് അവർക്ക് സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ട് അതിന് പകരമായിട്ടൊരു വീഡിയോ അവരെ കൊണ്ട് ചെയ്യിക്കുക. എന്നിട്ട് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ അവരുടെ വീഡിയോയിൽ ആഡ് ചെയ്യാൻ പറയും. ഈ ഇൻഫ്ലുവൻസറെ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വലിയ ഫോളോവേഴ്സ് ഉള്ളവർക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ആയിരക്കണക്കിന് മെസ്സേജുകളൊക്കെ ആയിരിക്കും അവർക്ക് ചെല്ലണം. അപ്പോൾ മൈക്രോ ഇൻഫ്ലുവൻസേഴ്സിനെ 1,00,000 താഴെയുള്ള ഫോളോവേഴ്സൊക്കെ ഉള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ കണ്ടെത്തിയിട്ട് അവർക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഈ മെസ്സേജ് അയക്കാൻ നേരത്തെ അതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നിങ്ങൾ എഴുതുക, പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ കൊളാബറേഷൻ വർക്കെന്നോ ഒരു ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങളുടെ കാര്യം എന്താണെന്നുള്ളത് പറയാം. അതായത് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഞാൻ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാം, എനിക്കൊരു വീഡിയോ ചെയ്ത് തരാമോ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മലയാളത്തിൽ പരമാവധി മലയാളത്തിൽ തന്നെ ഇൻഫ്ലുവൻസേഴ്സ് മലയാളികളാണെങ്കിൽ ആ മലയാളത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ അവർക്ക് കാര്യം മനസ്സിലാവുന്ന രീതിയിൽ അങ്ങോട്ട് ഒരു മെസ്സേജ് അയക്കും. ഇവിടെ ഇത് പറയുമ്പോൾ ചിലരെങ്കിലും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക ഇൻഫ്ലുവൻസേഴ്സും അത് സമ്മതിക്കില്ല, എല്ലാവരും കാശ് വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഒരിക്കലുമല്ല, ഒരുപാട് പേര് ബാർട്ടർ അക്സെപ്റ്റ് ചെയ്യണവരുണ്ട്. മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേരുണ്ട്. ഞാനിത് വെറുതെ എവിടെയെങ്കിലും നോക്കിയിട്ട് പറയണല്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള കാര്യം പറയണം. ഈ വീഡിയോയിൽ ഉള്ളതെല്ലാം തന്നെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ ഞാൻ ഇടുന്ന അധിക വീഡിയോസിൽ ഒരു 90% ഓൺ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയാറുള്ളത്. ഞാൻ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പല ഇൻഡസ്ട്രിയിലുള്ള ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, ഗാർമെൻറ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ബിസിനസ് സർവീസുകൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പല ഇൻഫ്ലുവൻസേഴ്സും അക്സെപ്റ്റ് ചെയ്യണവരുണ്ട്. പക്ഷേ നമ്മൾ 1-2 പേർക്ക് മെസ്സേജ് അയച്ച് അവർ നോ പറയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത്. പലരുടെയും പ്രശ്നം അതാണ്. ആളുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം 1-2 തവണ ചെയ്തിട്ട് അവരങ്ങ് സ്റ്റോപ്പ് ചെയ്യും. ആ വോളിയത്തിന് അവർ മിസ് ചെയ്യും. എത്ര എണ്ണം, എത്ര പ്രാവശ്യം, എത്ര പേർക്ക് എന്നുള്ളതുണ്ടല്ലോ, അത് അവർ മിസ് ചെയ്യും. 1-2 പേര് നോ പറയുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ അങ്ങനെ ഒന്നും വർക്കൗട്ട് ആവില്ല. നിങ്ങൾ ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു 10 പേർക്കെങ്കിലും, ഏറ്റവും കുറഞ്ഞത് 10 പേർക്കെങ്കിലും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചെന്ന് മെസ്സേജ് അയക്കാം. ഇനി ഇൻഫ്ലുവൻസറെ തിരഞ്ഞെടുക്കുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഫ്ലുവൻസറുടെ ഓഡിയൻസ് നിങ്ങളുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള ഓഡിയൻസ് ആയിരിക്കണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഹെൽത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ അവിടെ കണ്ടെത്താനായിട്ട് നോക്കുക. അവിടെ പോയി നിങ്ങൾ ട്രാവൽ വ്ളോഗേഴ്സിനെ പിടിക്കരുത്. നിങ്ങൾ മേക്കപ്പ്, അതായത് കോസ്മെറ്റിക് ഐറ്റംസൊക്കെയാണ് സെല്ല് ചെയ്യണം, മുഖം വെളുക്കാനുള്ള, പാട് പോകാനുള്ള, അങ്ങനത്തെയൊക്കെ ബ്യൂട്ടി പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് പേര് സെല്ല് ചെയ്യുന്നുണ്ട്, ചെറുകിട സംരംഭം. ഹെയർ ഓയിൽസ്, ഇങ്ങനത്തെയൊക്കെയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ ബ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യും. മേക്കപ്പ് ട്യൂട്ടോറിയൽസ് ഇടുന്നവർ, മേക്കപ്പിനെ പറ്റി പറയുന്നവർ, അതേപോലെ തന്നെ ഫാഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറ്റി അവർക്ക് മെസ്സേജ് അയക്കാം. അവിടെ പോയിട്ട് നിങ്ങൾ കുക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് മെസ്സേജ് അയക്കരുത്. ഏതെങ്കിലും ഒരുത്തനെ കിട്ടിയിട്ട് കാര്യമില്ല. ആ ഇൻഫ്ലുവൻസറുടെ ഓഡിയൻസ്, ആ ഇൻഫ്ലുവൻസർ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ കാണുന്ന ആളുകളാണല്ലോ നമ്മുടെ കസ്റ്റമർ ആവാൻ പോണത്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് നിങ്ങൾ മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് അവരെ കൊണ്ടൊരു വീഡിയോ ചെയ്യിക്കുക. പ്രൊഡക്റ്റ് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് സൗജന്യമായിട്ട് കൊടുക്കുന്നതിന് പകരം ചെറിയ രീതിയിലുള്ള ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയ പേയ്മെൻറ്റൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുപാട് മൈക്രോ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. പക്ഷേ ഇവരെ കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും ടോപ്പായിട്ടുള്ള നിങ്ങൾക്ക് അറിയാവുന്ന 2 ഇൻഫ്ലുവൻസർക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ നോ പറയുക, ചിലപ്പോൾ അവർ റിപ്ലൈ പോലും തരില്ല. നോ പറയാൻ നേരത്ത് നിങ്ങളത് ഇട്ടേച്ച് പോകരുത്. മൈക്രോ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ 1,00,000 ഫോളോവറുടെ 1,00,000 സബ്സ്ക്രൈബറുടെ താഴെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഇൻഫ്ലുവൻസേഴ്സിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും മാത്രമല്ല, യൂട്യൂബ് എന്ന് പറഞ്ഞ വലിയൊരു സാഗരമുണ്ട്. യൂട്യൂബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ഒരു വീഡിയോ സെർച്ച് എഞ്ചിനാണ്. യൂട്യൂബിലൊരു വീഡിയോ നിങ്ങൾ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിച്ചു കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം കിടന്ന് ഓടും, അറ്റ്ലീസ്റ്റ് മാസങ്ങളോളം കിടന്നെങ്കിലും ഓടും. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കും. വളരെ ചീപ്പായിട്ട് യൂട്യൂബിൽ ഇതേപോലെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അവരുടെ പ്രൊഡക്റ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഡിഷ് വാഷറായിരിക്കും അവരുടെ പ്രൊഡക്റ്റ്. അത് എന്നെപ്പോലെ ഒരാൾ ഈ ബിസിനസ് ചാനലിൽ വീഡിയോ ഇട്ടിട്ട് എന്താവാനാണ്? ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കണം, അത് എന്നെപ്പോലുള്ളവരെല്ലാം നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്.
ഞാൻ ബിസിനസ് കണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ചെയ്യുന്ന ഒരാളാണ്. എന്നെ പോലുള്ളവരെ കോൺടാക്ട് ചെയ്യുന്നതിന് പകരം ഒന്നിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതാണ് ഏറ്റവും എളുപ്പം. ഒരുപാട് കസ്റ്റമേഴ്സിന് റീച്ച് ആവും. ഇനി ആ ഓഡിയൻസ്, ആ ഇൻഫ്ലുവൻസറുടെ ഓഡിയൻസ് നിങ്ങളുടെ കസ്റ്റമർ ആവാൻ സാധ്യതയുള്ള അത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് സൗജന്യമായിട്ട് നമ്മളുടെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയ പേയ്മെൻറ്റ് കൊടുത്തിട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ ഓൺലൈനിൽ മാർക്കറ്റിംഗ് ചെയ്യാനുള്ളത്. ആദ്യം നിങ്ങൾ കണ്ടൻറ് മാർക്കറ്റിംഗ് ചെയ്യുക, അത് തീരെ പറ്റാത്തവർ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുക. ഈ രണ്ട് മെത്തേഡുകളും ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ പെയ്ഡ് പരസ്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. അത് എല്ലാവരും ചെയ്യുന്നത് നേർ വിപരീത ദിശയിൽ. ആദ്യം പെയ്ഡ് പരസ്യം, പിന്നെ ഇൻഫ്ലുവൻസർ, അത് കഴിഞ്ഞില്ലെങ്കിൽ കണ്ടൻറ് മാർക്കറ്റിംഗ്. ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം പെയ്ഡ് പരസ്യം ചെയ്യുമ്പോഴാണ്, കാരണം പെയ്ഡ് പരസ്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ലീഡ് വന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ബിസിനസ്സിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ചിലപ്പോൾ പ്രൈസ് നിങ്ങളുടെ കറക്റ്റ് ആയിരിക്കില്ല, കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങളെ പറ്റി നിങ്ങൾക്ക് വലിയ പിടിപാടുണ്ടാവില്ല, എങ്ങനെ വിൽക്കണമെന്നുള്ളത് അറിയില്ല, എന്തു പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സെയിൽ വരും എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതൊക്കെ പരീക്ഷിക്കുന്നതിന് മുമ്പ് ആരെക്കൊണ്ടെങ്കിലും ഒരു പോസ്റ്റർ ഉണ്ടാക്കിച്ചോ, ഒരു വീഡിയോ ഉണ്ടാക്കിച്ചോ, അത് നിങ്ങൾ ഫേസ്ബുക്കിൽ പരസ്യം കൊടുത്തിട്ട് കാര്യമില്ല. അതായത് പെയ്ഡ് പരസ്യങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല. പല കാര്യങ്ങളും നമ്മൾ പഠിച്ചതിന് ശേഷം സെയിൽ വരുന്നുണ്ട്, ആ പ്രൈസ് കറക്റ്റാണ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സെയിൽ കിട്ടാൻ സാധ്യതയുണ്ട്, ഇതൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാന ഭാഗത്താണ് നമ്മൾ പെയ്ഡ് പരസ്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി ഈവൻ പെയ്ഡ് പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ പോലും നമ്മളുടെ പേജുകളിലെല്ലാം വന്ന് നമ്മളുടെ കസ്റ്റമേഴ്സ് വിസിറ്റ് ചെയ്യും. മുമ്പിട്ടേക്കുന്ന കണ്ടൻറ്റുകൾ എന്തൊക്കെയാണ്, മുമ്പിട്ടേക്കുന്ന പോസ്റ്ററുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അവർ നോക്കും. ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒരു ഗ്രീറ്റിങ്സ് മാത്രം ഇട്ടിട്ട് കാര്യമില്ല. ഇതെല്ലാം നോക്കിയതിന് ശേഷമാണ് അവർ നമ്മളിലേക്ക് കുറച്ചും കൂടി അട്രാക്റ്റഡ് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് നമുക്ക് ആ ഒരു സെയിൽ തരുന്നത്. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അവസാന ഭാഗത്തേക്ക് പെയ്ഡ് പരസ്യങ്ങൾ നിങ്ങൾ വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഈ പെയ്ഡ് പരസ്യം ചെയ്യുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരസ്യത്തിന് ചിലവാക്കിയ കാശ് പോലും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് മോഡലിൻ്റെ പ്രശ്നമാണ്. ഇത് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്, തീരെ മാർജിനില്ലാത്ത, തീരെ ലാഭമില്ലാത്ത ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ സെല് ചെയ്യണത്. 100 രൂപ, 150 രൂപ. ഇനി അതുപോലും മാർജിൻ വളരെ കുറവാണ്. മാർജിൻ എന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഉദാഹരണത്തിന് ഇത് നിങ്ങളുടെ കോസ്റ്റാണെന്ന് വിചാരിക്കുക. ഇത് നിങ്ങളുടെ കോസ്റ്റ്, ഇത് നിങ്ങളുടെ പ്രൈസ്. അപ്പോൾ ഇത് തമ്മിലുള്ള ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിനെയാണ് മാർജിൻ എന്ന് പറയുന്നത്, നമ്മുടെ ലാഭം എന്ന് പറയുന്നത്. ഇത് വേണ്ടത്ര ലാഭം ഉണ്ടായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് ഇത്, നമ്മുടെ പ്രൈസ് ഇത്. നമുക്ക് ബിസിനസ് സെയിൽ നല്ല രീതിയിൽ വളർത്തണമെങ്കിൽ നമുക്ക് പെയ്ഡ് പരസ്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യേണ്ട, ഈ ചില ഇൻഫ്ലുവൻസേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ടുള്ളൊരു ഗ്യാപ്പ് നമുക്ക് കിട്ടണം. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ പെയ്ഡ് പരസ്യം നിങ്ങൾ കൊടുക്കാൻ പോകണം, അപ്പോൾ കുറച്ച് കോസ്റ്റ് നമുക്ക് അധികം വരും, എക്സ്ട്രാ ചാർജ് വരും. അപ്പോൾ അങ്ങനെ വന്നാൽ പോലും ഇവിടെ ഈ ഗ്യാപ്പ് വേണം, ഈ മാർജിൻ വേണം. മാർജിൻ എന്ന് പറഞ്ഞാൽ ലാഭമാണ്. വളരെ അടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് അറിയോ, നിങ്ങൾക്ക് 100 രൂപ ചിലവായി നിങ്ങൾ വിൽക്കുന്നത് 110 രൂപക്ക്. ഇത് പെട്ടെന്ന് തന്നെ മുട്ടും, കോസ്റ്റും പ്രൈസും മുട്ടും. അതായത് എടുക്കുന്ന പണിക്കുള്ള പ്രതിഫലം കിട്ടാത്തൊരവസ്ഥ വരും. ഇത് കോസ്റ്റ്, ഇത് പ്രൈസ്, ഇത് തമ്മിൽ തരക്കേടില്ലാത്ത അകലം വേണം, നിന്ന് തിരിയാനുള്ളൊരു റൂം വേണം. എന്നാലാണ് പല കാര്യങ്ങളും നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പല രീതിയിൽ നമുക്ക് പരസ്യം ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ സ്റ്റക്കായി പോകും. നിങ്ങൾ വളരെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലവായത് 100 രൂപ, വിൽക്കണത് 110 രൂപ, അങ്ങനെ വളരെ നാരോ മാർജിൻ എന്ന് പറയും. ഇതിൽ കിടന്ന് കളിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഒന്നും പരീക്ഷിക്കാൻ പറ്റില്ല. ആ നാച്ചുറലായിട്ട് കിട്ടുന്ന ഓർഡേഴ്സ് എത്രയാണോ അത് തന്നെ കിട്ടും. കാരണം ഇതിനെ സ്കെയിൽ ചെയ്യാൻ പറ്റുമല്ലോ. നല്ല രീതിയിൽ വരുമാനം വേണമെങ്കിൽ നല്ല രീതിയിൽ സെയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൂടുതൽ പരസ്യം കൊടുക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ നമുക്ക് ഇതാണ് കോസ്റ്റ് കേട്ടോ, ശ്രദ്ധിക്കണേ, കോസ്റ്റ് ഇതാണ്. അപ്പോൾ കോസ്റ്റ് കുറച്ചും കൂടി കൂട്ടേണ്ടതായിട്ട് വരും. കൂട്ടേണ്ടതായിട്ട് വരെയല്ല, അത് അങ്ങനെ കൂടും. നമുക്ക് എക്സ്ട്രാ ചിലവ് വരെയുള്ള, എക്സ്പെൻസ് വരെയുള്ള. അപ്പോൾ നമ്മുടെ കോസ്റ്റ് കൂടി, ഒരു പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യാനുള്ള കോസ്റ്റ് നമ്മുടെ കൂടെയാണ്. അപ്പോൾ നമ്മുടെ പ്രൈസിനോട് ഇത് അടുത്ത് വരും. ഒരു കാര്യം ശ്രദ്ധിക്കുക, കോസ്റ്റ് പ്രൈസിനോടടുത്താലും പ്രൈസ് കോസ്റ്റിനോടടുത്താലും അപകടമാണ്. ഗ്യാപ്പ്, അകലം, വാഹനം ഓടിക്കും പോലെ തന്നെ ഒരു നിശ്ചിത അകലം പാലിച്ച് ഓടിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇടിച്ച് അപകടം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഗ്യാപ്പ് നമ്മൾ നിലനിർത്തണം. തീരെ ലാഭമില്ലാത്ത പ്രൊഡക്റ്റുകളൊന്നും നിങ്ങൾ വിൽക്കാതിരിക്കുക. വേണ്ടത്ര മാർജിനുള്ള ലാഭമുള്ള പ്രൊഡക്റ്റുകൾ മാത്രം നിങ്ങളെടുത്ത് സെല് ചെയ്യാൻ നോക്കുക. ഇത് ഞാൻ ഈ പറയണ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഇറങ്ങി കുറച്ചങ്ങ് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് ഞാൻ എന്താ പറയണേന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. ചിലവർക്ക് ഓൾറെഡി കത്തിയിട്ടുണ്ടാവും പറയണത് എന്താണെന്നുള്ളത്. എന്തുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ട്
മെച്ചപ്പെട്ട ഇൻകം ഇല്ലാത്തതെന്നുള്ളതിൻ്റെ ഉത്തരം മിക്ക ആളുകൾക്കും ഇപ്പോൾ ഈ വീഡിയോയുടെ ഇത്രയും ഭാഗം കണ്ട ആളുകൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. പരസ്യത്തിലല്ല പ്രശ്നം, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കണില്ല, അതിനുള്ളൊരു ഗ്യാപ്പില്ല, വേണ്ടത്ര അകലമില്ല, നിന്ന് തിരിയാനുള്ളൊരു റൂം കിട്ടണില്ല, എല്ലാം ഇങ്ങനെ മുട്ടിച്ച് വെച്ചേക്കുകയാണ്. 5-ന് കിട്ടുന്നു, 5 രൂപ 50 പൈസക്ക് വിൽക്കുന്നു. അങ്ങനെയല്ല, 5-ന് കിട്ടുന്നത് നമ്മൾ 15-നും 20-നും 25-നും വിൽക്കാനായിട്ട് നോക്കണം. അവിടെയാണ് ഗ്യാപ്പ് ഉള്ളത്, മാർജിൻ ഉള്ളത്. കാരണം നമുക്ക് ആളുകൾക്ക് പേയ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ ഒരു ഓർഡർ കിട്ടുമല്ലോ, ഒരു ഇൻഡിവിജ്വൽ ഓർഡറിൽ നിന്ന് നമുക്ക് തരക്കേടില്ലാത്ത ലാഭം നമുക്ക് കിട്ടണം. അതായത് ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളൊന്നും നിങ്ങൾ സെല്ല് ചെയ്യരുത്. 100 രൂപ 150 രൂപയുടെ സംഗതികളൊക്കെ എടുത്ത് പുറത്ത് കളയുക. ബാക്കി നല്ല മാർജിൻ കിട്ടുന്ന നല്ല പ്രൈസിന് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളും സർവീസുകളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഓൺലൈനിൽ മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ വീഡിയോ നിങ്ങൾ 2 തവണ കാണണമെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ അബദ്ധങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ജസ്റ്റ് ഇറങ്ങിയിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം തുടക്കക്കാരാണ് അധികവും ഈ അബദ്ധം വരുത്തുന്നത്. മറ്റുള്ളവർ അബദ്ധം വരുത്താത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി പോയി കുഴി ചാടി അവിടെ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് വീണ്ടും കയറും, വീണ്ടും ചാടും, വീണ്ടും കയറും. അങ്ങനെ ട്രയൽ ആൻഡ് എററിലൂടെ സാഹചര്യങ്ങൾ അവരെ പലതും പഠിപ്പിക്കും. നിങ്ങൾ ആ കുഴിയിൽ ചാടേണ്ട കാര്യമില്ല. കുഴി ചാടാതെ തന്നെ കുഴി സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും ഓൺലൈൻ സെയിൽസും ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ വരും. ഇതുപോലുള്ള വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.